ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് UK ദിലുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ദിലുവിന് അറിയില്ല, കഴിഞ്ഞ മാസം ദിലുവിന് ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. വന്ന് അന്ന് മുതൽ പരാതി, എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നൊക്കെ ഭയങ്കര പരാതിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ദിലുവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. കുറച്ച് കുട്ടി ഗിഫ്റ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഞങ്ങൾ ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇത് സ്ഥലം ഏതാ? റേവൻ ഗ്ലാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എൻ്റെ ഏച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അവിടെ വേറെ ഏച്ചി വീഡിയോ എടുക്കുന്നുണ്ട്. സേ ഹായ്. ലൊല്ലോ, ഒരു ഹായ് പറയൂ രണ്ടുപേരും. പൊട്ടത്തി എന്താ പറ്റിയേ? എന്താ പറ്റിയേ? പൊട്ടത്തി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞോ പൊട്ടത്തി. ആ പറഞ്ഞത് ഇവിടെ ഇഷ്ടായില്ലേ ചേച്ചിക്ക്? ഒന്നുമില്ല, പക്ഷെ ഈ സീനറിയിൽ ഏച്ചിനെ കാണുന്ന രസമുണ്ട്. നോട്ട് യു. അവളെ ഏച്ചി എന്ന് പറഞ്ഞപ്പോ തിരിച്ച് ചിരിച്ചോട് നോക്കിയതാ. അവള് ചേച്ചി അവളെയാ പറഞ്ഞു. നമ്മൾ എന്തിനാ ആക്ച്വലി ഇവിടെ വന്ന്? സുഖില്ലല്ലേ? കൊച്ച് ദിലുവിനെ കാണിക്കേ. 3 ദിവസം കൊണ്ട് എന്റെ കയ്യിൽ കേക്ക്. ഞാനും ചേച്ചിയും പ്ലാൻ ചെയ്തു ഇവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് രാത്രി ഇവൻ വരുന്നതിന്റെ സമയം കൊണ്ട് ഒരു കുട്ടി കേക്ക് വാങ്ങി കട്ട് ചെയ്യാന്നാണ്. അന്ന് വാങ്ങിച്ച ശേഷം ഇവൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും കിടന്നുറങ്ങിട്ടോ. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് അറിയാട്ടോ ആ കേക്ക് ഇവിടെ അല്ല, അന്ന് എന്നെ വാങ്ങുമ്പോ ഇവിടെ അറിയാട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഈ കേക്ക് നിങ്ങൾ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോ, ഇതെനിക്ക് മുറിക്കാൻ തന്നിട്ട് ഞാൻ എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ആവും. ഇന്നലെ കാറിൽ കയറിയ പപ്പ കയറിയാ കേക്ക് എന്നാലോ ഓട്ടം കണ്ടോ കേക്ക്? ഈ പ്രാവശ്യത്തെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ UK ഏട്ടാ ഇത് കത്തിച്ച കത്തിക്ക ഏട്ടനാണ് പെറ്റ്. സാറുണ്ടോ? ആ സൈഡിൽ നിന്ന് സാറുണ്ടോ? അത് തിരിച്ചു വെക്കാം. അത് കേക്ക് തിരിച്ചു വെക്കുന്നല്ലോ നല്ലത്. ഇവര് കേക്ക് കട്ട് ചെയ്യുന്നത്. ഇവിടെ വേഗം വന്ന് ഊതിക്കോന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to Dilmon. Happy birthday. ഇങ്ങനെയാണോ? ജിന്നു എങ്ങനെ എടുക്കണ്ടേ? ദിലു എങ്ങനെ എടുക്കണ്ടേ? അങ്ങനെ എടുത്താ പറ്റും. ഈ കവർ മറ്റേത് ഷേക്ക് കൊടുന്നുണ്ടല്ലോ. അത് ഷേക്ക് കേട്ടോ, എനിക്കിങ്ങനെ മതി. എല്ലാരും ബിലേറ്റഡോ? 2 ബിലേറ്റഡ് നീട്ടക്കുള്ള ഇത് ഞാൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പ്രധാന കാര്യമുണ്ട്. നാളെ എന്റെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇവൾ എന്റെ കൂടെ വന്ന് കേക്ക് കട്ട് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി മാത്രം. അതെ. ഓഹോ, ഇതാണോ ഷേക്കു? യെസ്. നമ്മള് ഈ കേക്ക് കട്ട് നമ്മൾ ആ പ്രൈവറ്റ് യോട്ടില് നമ്മൾ എടുത്തിട്ട് ഹയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈവറ്റ് യോട്ട് ഉണ്ട്. അതിനകത്ത് നമ്മൾ കടൽ മൊത്തം കറങ്ങാൻ പോവാണ്. ഞങ്ങൾ എൻജോയ് ചെയ്യുന്നോണ്ടിരിക്കും.
അതേത് ഭാഷ ഇത്? വേഗം വേഗം തുറക്ക, എന്നിട്ട് വേണം ചിന്നുവിനെ എടുക്കാൻ. അതിനകത്ത് ഇനി ഡിസ്ക്ലോസ് ചെയ്യും. ഇത് വേറെ തന്നെ ഒരു വളമാണ്. അതുപോലെ മതിയെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. ഗംഭീരായിക്കോട്ടെ. പൊട്ടിക്കാനല്ലേ അത് വേറെ തന്നെ ഒരു വളവ് എടുത്തോ. അതുകൊണ്ട് എന്റെ ബ്ലോഗിൽ ഞാനത് ഇട്ടോളാം, പൊട്ടിച്ചോ. ഞാൻ പറഞ്ഞ വെച്ച ആൾക്കാരൊക്കെ വന്ന് ദിലുവിനെ വിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോരാൾക്കും 100 സായിപ്പുമാരെ മതാമാരെ സെറ്റ് ചെയ്ത്, പക്ഷെ അവർ ഏതോ വഴിക്ക് പോയി. ബാർഗൈൻ ചെയ്തത് 1.5 എത്തിച്ചു. സായിപ്പുമാര് ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ബർത്ത്ഡേ ഗേൾ. അതെ, എന്തായാലും ഇത്ര കായി, എന്തായാലും ഇത്ര കായി ശക. എന്റെ ബർത്ത്ഡേ നമ്മൾ ഏതെങ്കിലും വഴിക്കായിരിക്കും കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ അവസ്ഥയാണ് അവരെ പിടിക്കാം. എന്നിട്ട് എന്തായാലും എന്റെ യൂട്യൂബ് ചാനലിൽ എന്തായാലും അവരെ ഫേസ് വേണം. കേക്ക് അത് വീഴും, കേക്ക് അത് വീഴും, മര്യാദ പിടിച്ചില്ലെങ്കിൽ. മുറിച്ച് വെക്കാം, അപ്പൊ എല്ലാവർക്കും എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഒരാൾക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാണ്ട് സമാധാനം ഇല്ല, അതുകൊണ്ട് കാറിൽ നിന്ന് ഗിഫ്റ്റ് പൊട്ടിക്കാൻ. അത് ഞാൻ ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് കണ്ടിട്ട് ലിപ്സ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ സാധനങ്ങൾ തുടങ്ങാം. തുറക്കുന്ന ഏച്ചിന്റെ കൈ തന്നോ? എന്തിനാ ഞാൻ സേഫ് ആയിട്ട് എന്റെ ബാഗിൽ വെച്ചേക്കാം. സേഫ് ആയിട്ട് വെച്ചേക്കാം. ചേച്ചി എല്ലാം സേഫ് ആയിട്ട് എടുത്തോ. ഇത് ലിപ്പാണ് ഷേഗു. ഓ മാക്, താങ്ക് യു ഷേഗു. ചിന്ന നമ്പർ 1. എനിക്ക് റെഡ് കളർ ഒന്നും ഇഷ്ടമല്ല. ഭാഗ്യം, എല്ലാം റെഡ് തന്നെയല്ല വായിച്ചത്. നല്ല റെഡ് ആണ്. ഒരു പച്ച ഉണ്ടോ? അവരെ ഫോൺ അടിച്ചു കേട്ടോ. ഇത് നെക്സ്റ്റ് ഇത് നിന്റെയോ? അല്ല ചേച്ചിന്റെ. ഓക്കെ, ഗിഫ്റ്റ് തോന്നിട്ട് അത് എന്റെയാണ്. കുട്ടി കുട്ടി ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ കൂട്ടത്തിൽ ഇഷ്ടമല്ലാത്ത അറിയില്ലുണ്ടോ? വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. ഓ മാക്കോടെ ഒരു കളിയാണല്ലോ. ചിന്ന ഈ കളർ എന്നോട് ചോദിക്കരുത്, ഞാൻ തരൂല. നോക്കട്ടെ. വണ്ടി സ്പീഡിൽ പോകുന്നുണ്ടോ? എന്താ ശബ്ദം? തള്ളിന്റെ ഒരു ഫോഴ്സിലാണ് തോന്നുന്നത്. മനസ്സിലാവുന്നില്ല എല്ലാം. നെക്സ്റ്റ്, സോറി കുറച്ച് ലാഗ് ആവുന്നുണ്ട്. നീ വേണേ കട്ട് ചെയ്ത് എടുത്തു. വേണ്ട വേണ്ട, ഞാൻ എങ്ങനെ നൈസ് കളർ. ശേഖയുടെ അവിടെ വേറെ എന്തെങ്കിലും വെച്ചാൽ മതിയായിരുന്നു. ചത്ത ശവം പോലെ ഇരിക്കുന്നു. എക്സ്പ്രഷൻ എനിക്ക് ബോറടിക്കാതെ ഞാനും കൂടെ തുറന്നു. എനിക്ക് ഗിഫ്റ്റ് പൊട്ടിക്കുന്നില്ല, ഇവന്റെ കൈ ധരിക്കുന്നു. 2 മണിക്കൂർ നൈസ് ലിപ്സ്റ്റിക്. ഇത് തീരാക്കാനി വല്ലതാണ്, ഒന്നും തീരത്തില്ലല്ലോ. ഇഷ്ടംപോലെ നടന്നു. ലിപ്സ്റ്റിക് എത്ര കിട്ടിയാലും എനിക്ക് മതിയാവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സെക്ഷൻ ആയിട്ട് ഇടാം. 3 ലിപ്സ്റ്റിക് പൗഡർ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ. സത്യം, കാരണം ഇത് തന്നെ 1/2 മണിക്കൂറായെന്ന് തോന്നുന്നു. 3 ലിപ്സ്റ്റിക് പൊട്ടി. അടുത്ത ലിപ്സ്റ്റിക് എവിടെയെങ്കിലും നിൽക്ക്, വിശക്കുന്നു എനിക്ക്. ഇത് ആക്ച്വലി എനിക്കൊരു കട തുടങ്ങാനാണ്. ഏതെങ്കിലും മത്തി നിന്റെ ബൈസെപ്സിന്റെ നമുക്ക് തലവേദന എടുക്കുന്നു. വിശന്നു. നിന്റെ ബൈസെപ്സിന്റെ എക്സസൈസ് ഓൺ ദ വേ നിർത്താം. അങ്ങോട്ട് എടുക്കേണ്ടത് ഓൺ ദ വേ നിർത്തിയാ പോരെ. എന്തേലും നോക്ക്, എനിക്ക് വിശക്കുന്നു. ഇത് എന്റെ അനിയത്തി കഴിഞ്ഞ വർഷം മുതലേ വായിച്ചു വെക്കുന്നുണ്ട് തോന്നി ഈ ലിപ്സ്റ്റിക്കുകൾ. ഓഫർ വരുമ്പോ ആദായ വിൽപ്പന, ആദായ വിൽപ്പന. എക്സ്പയറി ഡേറ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എല്ലാം എനിക്ക് ബോറടിക്കുന്നത്. ഞാൻ കുറച്ച് പൊട്ടിക്കട്ടെ. കാണുന്ന നാട്ടുകാരെ ബോറടി. അടുത്ത ലിപ്സ്റ്റിക് നീ കട്ട് ചെയ്തോ, എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് എടുക്കാം. അങ്ങനെയാ നോട്ടെ. ഞാൻ എങ്ങനെ ഇത് വീഡിയോ റെക്കോർഡ് ആയില്ലെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടമുണ്ടോ? എനിക്കല്ല സങ്കടം. എഡിറ്റ് ചെയ്യാൻ എളുപ്പമായില്ലേ? ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഒട്ടിച്ച് വെച്ചിട്ട് നിനക്ക് റെഡ് മാത്രം, കാരണം അവർക്ക് റെഡിൽ ഇഷ്ടമോ, അതുകൊണ്ട് ഞാൻ അത് വാങ്ങി. പക്ഷെ ചിന്നുവിന് ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചിന്നുവിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ചിന്നുവിന് ഇഷ്ടമുള്ള ആൾ വാങ്ങി തരൂ. സിമ്പിൾ. ഇത് റെഡ് അല്ല, കുറച്ച് വരക്കണം. അത് ഇവക്ക് അത് ഇളം red. ഇത് തത്തമ്മ red. സെലക്ട് ചെയ്യുമ്പോ എന്റെ കൈ എപ്പോഴും ഡാർക്ക് കളറിലാ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? തത്തമ്മയുടെ ചുണ്ട് റെഡ് ആണല്ലോ. കിട്ടാ ഭംഗി ന്യൂഡാണ്. പക്ഷെ അവൾ ഇടുന്ന അധികം കാണില്ലല്ലോ. ഓ ഇത് ലിപ്സ്റ്റിക്കാ? ഇതൊക്കെ നീ എപ്പോ പാക്ക് ചെയ്തു? അതൊക്കെ നിങ്ങൾ വരുന്നുണ്ട് പാക്ക് ചെയ്ത്. അയ്യോ, ഇത് ഓപ്പൺ ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇത് ഞാൻ പിന്നീട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. എക്സ്ക്ലൂസീവ് ആയിട്ട് വേറൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും.
അതല്ല, അത് കാണേണ്ടവർ താഴെ കമന്റ് ചെയ്യുക. കമന്റ് അടിച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. 7 ഉണ്ടോ? ഹായ് ടോമി ഹിൽഫിഗർ. നീ ആമിക്ക് വാങ്ങിച്ചതാണോ? മാറിപ്പോയി. അല്ല ആമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് പറ്റുന്നുണ്ട്, ഞാൻ ഇട്ട് നോക്കിയതാ. അത് വരുന്നുണ്ട്. അവൾ ഉറച്ച് ഇട്ട് ഇവിടെ ചെറുതായിരുന്നു കയറിയത്. അതിപ്പോ ഡിസൈനാണ്. ഇതെന്താണിത്? അതെന്താ ആടോ? Oh, guys. കണ്ണ് കാണാത്തവർക്കായി ഇതുണ്ട്. കൊള്ളാം. ടൻടടാൻ. Thank you, ഷേഖു. ഇനിയുള്ള എല്ലാ UK ബ്ലോഗിലും നിങ്ങൾക്ക് തെറ്റ് കാണാം. ഇത് പെട്ടെന്ന് പൊടിച്ചിട്ടാണെങ്കിൽ നാളെ പോലെ അങ്ങനെ ഇന്ന് തന്നെ വന്നേന്ന്. ചില എനിക്കുള്ളതൊക്കെ കിട്ടിയത് മതി. എനിക്കിതും ഇത് ഇതെങ്ങനെയൊന്നും ഇങ്ങനെ തിരിച്ചിടാം ഷേഖു. അതങ്ങനെ ഇട്ടും. ഇത് ഇതിലൂടെ കേട്ടോ. കുറച്ചേരം വീഡിയോ എടുത്ത് തല കറങ്ങണം. നീ ഒരു സിൻസിയർ വർക്കർ ആയിരിക്കണം. അതെ, ഇങ്ങനെ പിടിച്ചിട്ട് തല പിടിക്കും. എത്രയും വരുന്ന ഒരു വീഡിയോ താഴെ. അവിടുന്ന് സ്നേക്ക് കഴിക്കാൻ ആഹാരം കാണിച്ചല്ലേ? എനിക്ക് ഇഷ്ടമല്ല. അത് എവിടെ വേറെ എന്റെ മുത്ത എന്തിനു കണ്ടാ നിർത്തടാ. എനിക്ക് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന്. ജീൻസ് കൊണ്ട് കളിയാണ്. ടോമിക്ക് ഒരു സങ്കടം സീക്ക്. ഇതൊക്കെ ഇട്ടിട്ട് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതാണ് എന്റെ ഹൈലൈറ്റ്. എല്ലാം തിരിച്ചു വെച്ചു. ആർക്കും ഇതില്ല. എല്ലാം ഞാൻ കാണിച്ചു. ഞാൻ എല്ലാം തിരിച്ചെടുക്കും. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന വേറെ വീഡിയോസ്. നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ ഇട്ടാൽ ഇത് കാണണമെങ്കിൽ നിങ്ങൾ കമന്റ്സ് ഇടുക. അതനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സീക്കിയുടെ ജീൻസ് ഇടുന്ന വീഡിയോ, ലിപ്സ്റ്റിക് ഇടുന്ന വീഡിയോ. ഇത് ഈച്ചിന്റെ അളവ് തന്നെയാണോ മോളെ? അതൊന്നും എനിക്കറിയില്ല. അത് എന്റെ അളവ് പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. നാളെ ഇടാം. നാളെ ഞാൻ എല്ലാവരും പറയുന്നത്. എല്ലാത്തിനും ഉത്തരം കണ്ടരാം. ഇതൊരു സ്കേർട്ടിന് ബ്യൂട്ടിഫുൾ ആയിരിക്കും. തലയിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. നല്ലൊരു സ്കേർട്ട് വേറെ വാങ്ങിക്കുന്നതായിരിക്കും. സ്കേർട്ട് എന്നൊക്കെ പറഞ്ഞത് കുതിരയിൽ ഒരു പെൺകുച്ചും. ഇതെന്താ സ്കേർട്ടാണോ? ഉടുപ്പാണ്. ഉടുപ്പാ? ഇതൊരു ഉടുപ്പാണ് ഗൈസ്, തെറ്റിദ്ധരിക്കണ്ട. ഇതെന്താ, ഇത് ഉടുപ്പാണോ? ഓക്കെ. ഇതെന്താ? ഇതൊരു ഉടുപ്പാണല്ലേ? ഇതിപ്പോ അവരാണ് കാണുന്നത്. വീഡിയോക്കകത്തുള്ള കാര്യം കാണുന്നുണ്ട്. എന്തൊക്കെയോ ഇട്ട് മറയ്ക്കുന്നു. വീഡിയോക്കകത്ത് ഫുള്ള് തുണി ഇട്ടങ്ങ് മറച്ചു വെച്ചിരിക്കും. എന്തിനാണ് സാർ വീഡിയോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ കാണുന്നതാണ്. അപ്പൊ ഞാൻ പൊട്ടനാ. ഓപ്പൺ ഫോർ ഫുഡ്. ഓപ്പൺ ഫോർ ഫുഡ്. എനിക്ക് ഇതൊന്നും എരിവൊന്നും കാണത്തില്ല. പോ. എന്റെ ദൈവമേ, ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നേ. അല്ല എന്താണ് ഓക്കെ ഗൈസ്, ഐ ആം ടയർഡ്. ബർഗർ ഞാൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ എടുക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് സു ഷേഖ്. മധുരം ഉണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടോ? ആ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ദിലുടെ ബർത്ത്ഡേ ഞങ്ങൾ UK അങ്ങനെ ഞങ്ങൾ ദിലുവിന്റെ ബർത്ത്ഡേ UK സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഇവള് എന്റെ കേക്ക് കട്ട് ചെയ്യുന്നുള്ള പേടിക്കാണ് ഇന്ന് തന്നെ ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഒരു സുവർണ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. നാളെ കാണുവരയ്ക്കും ബൈ ബൈ. ബൈ ബൈ ബൈ.